നമസ്കാരം, ആരും പോലെ ഇന്നൊരു അടിപൊളി ഗ്രിൽ ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. നമ്മുടെ അഭിജിത്ത് ഇവിടെ ചിക്കൻ കഴിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ കഴിക്കും. അഭിത്തെ കഴിക്കൊക്കെ എങ്ങനെയായി? കഴിക്കാൻ തീരാറായി. ഇതെന്നെ കഴിഞ്ഞു. ഒരു 2 ട്രിപ്പ് കൂടെ കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ എത്ര തവണ കഴിയും? ഇതിപ്പോ 3 തവണ കഴുകി. ആണല്ലേ, മതി 3 തവണ കഴിയാം. 2 ട്രിപ്പ് കൂടെ കഴിയാം. ഓക്കെ. നമ്മുടെ അഭിജിത്ത് അവിടെ ചിക്കൻ കഴിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 ചേട്ടന്മാർ ഇവിടെ, എന്റെ ബ്രദേഴ്സ്, അവർ 2 പേര് ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മെഷ് വെക്കാനുള്ള സ്ഥലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ വരെ പോയിട്ട് കൂടെ വരാം, അവിടെ നിന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ഇതിപ്പോ എങ്ങനെയായിട്ട് പരിപാടികളൊക്കെ തീരാറായോ? ഇത് ആദ്യമേ അടുപ്പാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതെല്ലാവരും കൂടെ കൂടി അടുപ്പ് സെറ്റാക്കിയതിന് ശേഷം ഇതിന്റെ മുകളിൽ മെഷ് വെക്കാറായോ? ഇല്ല, ആയിട്ടില്ല. ഇത് ഒത്തിരി പരിപാടികളുണ്ട്. ഇത് തീ ചൂട് നമ്മുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വേകുന്നതിനുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ചൂട് കറക്റ്റായിട്ട് നിർത്തണം. അതിനെങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ ആദ്യമേ നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് കളം സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് അടിച്ച് എല്ലാം ചെയ്ത് പിന്നെ ഇതിനകത്ത് കുപ്പിച്ചില്ല് മിറ്റില് എല്ലാം ഈ തീ ഒന്ന് സ്റ്റോർ ചെയ്ത് സംവിധാനം ചെയ്യണം. അത് ഇവിടെ പരിപാടി നടക്കണം. നമുക്കൊന്ന് അങ്ങോട്ട് നീങ്ങാം. വാ. നമ്മുടെ ആൻറ്റി അകത്ത് ചിക്കനുള്ള മസാല തേക്കാനുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ അനിയത്തിമാരുടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും നമ്മുടെ റോസിനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. റോസ് ഉറക്കത്തിലാണ് തോന്നുന്നു. അതാ വിളിക്കണ്ട, നമുക്ക് പോയേക്കാം. വാ. ഇത് നമ്മുടെ സ്വന്തം വീട്ടിലെ കുരുമുളകാണ്. ഇതിവിടെ പൊടിച്ചാണ് ആ ഗ്രിൽഡ് ചിക്കനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മുടെ ആന്റി പൊടിക്കാൻ പോകുന്നത്. ആന്റിയുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ആന്റി. തുടങ്ങുമല്ലോ ആന്റി? അങ്ങനെ നമ്മൾ മസാല തയ്യാറാക്കുന്നിടത്തെത്തി. ഇവിടെ കുരുമുളകൊക്കെ ഗ്രില്ലി ചിക്കൻ ചെയ്യുന്നതിന്റെ ആവശ്യമായ മസാലകൾ എന്ന് പറയുന്നത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് പൊടി, പുതിനയില പേസ്റ്റ്, കറിവേപ്പില പേസ്റ്റ് എന്നിവ മിക്സ് ചെയ്ത് ചിക്കനകത്ത് പുരട്ടി വെക്കുന്ന അത്രയുമാണ് ഗ്രില്ലി ചിക്കൻ ആവശ്യമായുള്ള പേസ്റ്റ്. ആദ്യമായിട്ടാണോ ആന്റി ഈ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്? ഇതിന് മുന്നേ ഇതുപോലത്തെ എന്തെങ്കിലും കുക്കിംഗ് ചെയ്തിട്ടുണ്ടോ? ഗ്രില്ലി ചിക്കൻ ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ നോക്കിയത് പരീക്ഷണം നടത്താൻ പോവാം. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ. ഓക്കെ. അതിന് സഹായത്തിനൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ളത് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ ഇത് എല്ലാം ചിക്കൻ എല്ലാം റെഡിയാക്കി വെക്കുന്നത് എന്റെ ചേച്ചിയുടെ മോള്. നടക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പരിപാടി നടക്കട്ടെ. അപ്പോൾ അമ്മയും ആന്റിയും പിന്നെ നമ്മുടെ അനിയത്തിമാരാണോ, ഇവരെല്ലാം കൂടെ കൂടി ചിക്കൻ അരിയുകയും ചിക്കൻ വരയിടുക. ചിക്കൻ ഇത് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ നമ്മുടെ മസാല തേക്കാൻ വേണ്ടി അതിന് മുന്നേ ആയിട്ട് ഇതിനെ വരഞ്ഞിട്ട് കൊടുക്കണം. അത് വര ഇട്ടുകൊണ്ടിരിക്കുക അമ്മയും ആന്റിയും കൂടെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മസാല ഇതിനകത്ത് തേച്ച് കൊടുക്കുക അല്ലേ ആന്റി? വെച്ചതിന് ശേഷം അതാണ് നമുക്ക് ഇതിനാവശ്യമായ ഇത് നമ്മള് പേസ്റ്റ് പെരട്ടി നമ്മളൊരു 3 മണിക്കൂർ കുറഞ്ഞത് വെക്കണം. ആണല്ലേ, 3 മണിക്കൂർ വെക്കണം അല്ലേ? ഇത് പറഞ്ഞ 3 മണിക്കൂർ വെക്കണമെന്നാണ്. എന്നാലേ ഇതിന്റെ ടേസ്റ്റ് ഇതിനകത്ത് നല്ലപോലെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നടക്കണം. ഇവിടെ ഇവർ ഈ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള കാരണം എന്തെന്ന് കൂടി ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെ ആന്റി ഉണ്ടാക്കാനുള്ളത്? ഞങ്ങളുടെ മൂത്ത ചേച്ചിയുടെ ചേട്ടന്റെയും 29ാമത് വെഡിങ് ആനിവേഴ്സറിയാണ് ഈ ഡിസംബർ 25-ാം തീയതി. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഗ്രിൽഡ് ചിക്കൻ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ പ്രാവശ്യം പിള്ളേരെല്ലാം കൂടി തീരുമാനിച്ച് നമുക്ക് ഗ്രില്ലി ചിക്കൻ ചെയ്യാൻ. എന്തായാലും എനിക്കറിയാം ഇന്ന് ബിന്ദുമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതിനുവേണ്ടിയാണ് ഒരു കുക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവരിവിടെ ഇപ്പൊ ചിക്കനൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. അവിടെ ഗ്രിൽഡ് ചിക്കനുള്ള മെഷ് ഉണ്ടാക്കിക്കൊണ്ട് മെഷ് വെക്കാനുള്ള ഒരു കട്ടയൊക്കെ കിട്ടി അവർ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ വരെ കൊണ്ട് പോയി നോക്കിയിട്ട് നമ്മുടെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാറാണ്. അതായത് തീയൊക്കെ കത്തിച്ച് അതിന്റെ ആ കനലിന്റെ മുകളിൽ വെച്ച് ചിക്കൻ ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തുടങ്ങാം. നമുക്ക് ആ മെഷ് തയ്യാറാക്കുന്ന അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇത് ബിന്ദുവിനും അച്ചാച്ചി വന്നിട്ടുണ്ട്. അവരാണ് വെഡിങ് ആനിവേഴ്സറി. നമുക്ക് അവരോടൊന്ന് ചോദിച്ചിട്ട് തരാം. ഇവിടെ ഉണ്ട്. ഇവരുടെ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്? മൂത്ത ചേട്ടന്റെയും ചേച്ചിയുടെയും 29ാമത് വെഡിങ് ആനിവേഴ്സറിയാണ് നടക്കുന്നത്. അതിന്റെ ഫംഗ്ഷന്റെ ആവശ്യമായ ഫുഡാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഫുഡ്? ഇത് ഗ്രില്ലി ചിക്കൻ. ബിന്ദുമ്മ സ്പെഷ്യൽ ആയിട്ട് ബിന്ദുമ്മ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട്
സ്പെഷ്യല് കേക്ക്. അല്ല വേറെ ബിരിയാണി നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ബിരിയാണി അതിന് പകരമാണ് ഇത് ഉണ്ടാക്കിയത്. അതാണ്. പിന്നെ ഇവിടെ DJ പാർട്ടി ഉണ്ട്. അപ്പുവിന്റെ ഉണ്ണിയുടെയും DJ പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടിട്ടോളം പോവാൻ. പിന്നെയുണ്ടല്ല, ഞങ്ങൾക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഇവരുടെ 29ാമത് വിഭാഗ വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു വാവ റോസുകുട്ടി കുറച്ചുമേ പരിചയപ്പെടുത്തിയായിരുന്നു. റോസ് ഉറക്കമായിരുന്നു. അപ്പൊ ഉറക്കത്തിന് എഴുന്നേറ്റിട്ടുണ്ട്. കണ്ണുരുട്ടി കാട്ടി എന്താണ് കാണിക്കുന്നത് ആൾ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കെന്നാ പോയി അങ്ങോട്ട് തിരിച്ചു പോകും. ഞങ്ങൾക്ക് തോളോടെ ചിരിക്കണേ. നമ്മൾ പറഞ്ഞ പോലെ 6:30 ആയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ അടിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കത്തിച്ച് നല്ല കറിയൊക്കെ ആയി വരുന്ന സമയമായിട്ടുണ്ട്. ചിക്കന്റെ മെഷ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ മുകളില് ചിക്കൻ വെച്ച മെഷൊക്കെ എടുത്ത് റെഡിയാക്കി പിന്നെ ജില്ലടിക്കാനുള്ള ചിക്കൻ മാത്രം അതിൻ്റെ കൂടെ അതിൻ്റെ DJ പാർട്ടി അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റോസ് ചെവിയിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടോ? ഇതുണ്ടോ ഇതുണ്ടോ റോസിന്റെ അമ്മയാണ് അല്ലല്ലോ കണ്ടോ ആ പാട്ട്. അപ്പൊ എല്ലാവരും ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് പാർട്ടി. നമ്മുടെ ഡാഡിയാണ് അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് തരാം. ഒന്ന് അഭിജിന് അയ്യോ ഈ ഷെപ്പ് ഒരു സൈഡ് ഒരു സ്ഥലത്ത് പോയി പോണേ. ഞങ്ങൾ നിങ്ങൾ വന്നുകൊണ്ട് ഇതെടുത്ത് തരുവാണ്. ഇത് വയനാട്ടിൽ നിന്നുള്ള നമ്മുടെ ഷെപ്പായിരുന്നു. ഓക്കെ, ഇതിനോട് ചോദിച്ചാൽ മതി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. അഭിജിനെ വിളിക്കാവോ? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അരമണിക്കൂർ ടേസ്റ്റ് ചെയ്തതാണ്. നല്ല അത്യാവശ്യം ടേസ്റ്റ് ആയിരുന്നു. ചോദിച്ചു നോക്കും, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു ബിരിയാണി.